കൈരളിയുടെ പ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഏകദേശം ഒരു വർഷം മുൻപാണ് ഞാൻ കൈരളിയിലെത്തുന്നത്. എന്തെങ്കിലും രസകരമായ ഒരു പ്രോഗ്രാം കൈരളിയിൽ ചെയ്യണമെന്ന് അതിൻ്റെ സാരഥികൾ എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. വർഷങ്ങളായി സിനിമയെപ്പറ്റി മാത്രം ചിന്തിച്ച് നടന്നിരുന്ന എനിക്ക് ഒരു TV ചാനലിൽ എന്ത് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു രൂപവും ഇല്ലായിരുന്നു. സിനിമയിലെ എൻ്റെ ആദ്യകാല സുഹൃത്തും എന്നെ സംബന്ധിച്ചിടത്തോളം സഹോദര തുല്യനുമായ വേണു നാഗവള്ളിയാണ് ശ്രീനിക്ക് തീർച്ചയായും നല്ലൊരു പ്രോഗ്രാം TV ചാനലിൽ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് പ്രചോദനം തന്നത്. അങ്ങനെ ഞങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ആലോചനയ്ക്കായി തിരുവനന്തപുരത്ത് പല ദിവസങ്ങൾ ചെലവഴിച്ചു, ചർച്ച ചെയ്തു. കൈരളിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ശ്രീ കൃഷ്ണകുമാറും സഹായത്തിനുണ്ടായിരുന്നു. ഒരു കാര്യം തീരുമാനിക്കപ്പെട്ടു. 25 വർഷക്കാലത്തെ സിനിമാ രംഗത്തെ എൻ്റെ അനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുക, അതോടൊപ്പം എൻ്റെ ചെറിയ കണ്ണുകൾ കൊണ്ട് ഈ വലിയ ലോകത്തെ നോക്കിക്കാണുക. പെട്ടെന്ന് തന്നെ വേണു നാഗവള്ളി പറഞ്ഞു, നമുക്ക് ഈ പ്രോഗ്രാമിന് ചെറിയ ശ്രീനിയും വലിയ ലോകവും എന്ന് പേരിടാം. കേട്ട മാത്രമേ തന്നെ ആ പേര് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അരവിന്ദേട്ടൻ വരച്ചിരുന്ന കാർട്ടൂൺ പരമ്പരയുടെ പേര് ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്നായിരുന്നല്ലോ. അപ്പോൾ കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത എന്ന പേര് ഞാൻ എൻ്റെ സിനിമയ്ക്ക് ചിന്താവിഷ്ടയായ ശ്യാമള എന്നാക്കി മാറ്റിയതുപോലെ ചെറിയൊരു മാറ്റം. അരവിന്ദേട്ടൻ്റെ കാർട്ടൂൺ ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്നാണെങ്കിൽ ഇത് ചെറിയ ശ്രീനിയും വലിയ ലോകവും എന്നാക്കി. അപ്പോൾ ഈ പേര് എനിക്കും വേണുവിനും ഇഷ്ടപ്പെട്ടു എന്ന് തീരുമാനിക്കപ്പെട്ടപ്പോൾ ഉടനെ തന്നെ കൈരളിയുടെ ചെയർമാനായ മമ്മൂട്ടിയെ ഫോണിൽ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനൊരു പ്രോഗ്രാമിന് ഇങ്ങനൊരു പേരാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും ആ പേര് കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം. അന്ന് കൈരളിയിലെ ചീഫ് പ്രൊഡ്യൂസറായിരുന്നു വേണു നാഗവള്ളി. ഈ പ്രോഗ്രാമിൻ്റെ കുറച്ച് എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം സിനിമയുടെ പ്രവർത്തനങ്ങളും തിരക്കഥ എഴുതാനും ഒക്കെ ആയിട്ട് ലീവ് എടുത്ത് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇതിൻ്റെ പ്രൊഡ്യൂസർ C. അനൂപായിരുന്നു. അടുത്ത ശനിയാഴ്ച ആകുമ്പോഴേക്ക് ഈ പ്രോഗ്രാമിൻ്റെ 100 എപ്പിസോഡുകൾ പൂർത്തിയാവുകയാണ്. ഇത്രയും കാലം ഈ പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കും എന്നിത് തുടങ്ങുമ്പോൾ വിചാരിച്ചിരുന്നതേയല്ല. സംഭവങ്ങൾ ഓർമ്മിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ അത് രസകരമായി അവതരിപ്പിക്കാനുള്ള കഴിവില്ലായ്മ തുടങ്ങിയ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ എന്നെ സഹായിച്ച മേൽപ്പറഞ്ഞ ആളുകളെയും സാങ്കേതിക വിദഗ്ധരെയും കൈരളിയിലെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളെയും കൃതജ്ഞതയോടെ സ്മരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവമായി ഈ പ്രോഗ്രാം മാറി. പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്നെനിക്കറിയില്ല. 100ാമത്തെ എപ്പിസോഡിൽ തൽക്കാലം ഇത് അവസാനിപ്പിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ പലരുമായും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പ്രഗത്ഭരായ പലരുമായിട്ടും. അവരുടെയൊക്കെ സുചിന്തിതമായ അഭിപ്രായങ്ങൾ ചിലർക്കെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു പ്രോഗ്രാം TV-യിൽ ചെയ്യാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണത എനിക്കനുഭവപ്പെടാൻ, എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് എൻ്റെ കുടുംബത്തെ കൂടി ഈ മാധ്യമത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം എന്നെനിക്ക് ആഗ്രഹം തോന്നി. കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ പെടും എന്നെനിക്കറിയാം. പക്ഷേ അവരെയൊക്കെ ഈ TV ക്യാമറയുടെ മുമ്പിൽ, ഇപ്പോൾ ഞങ്ങൾ മദിരാശിയിലാണുള്ളത്, എത്തിക്കുക ദുഷ്കരമായിട്ട് അനുഭവപ്പെട്ടു. മാത്രമല്ല അവർ പ്രധാനമായും ഓരോരോ നാട്ടിലാണ്. അതൊക്കെ സംഘടിപ്പിച്ചെടുക്കാനുള്ള സമയം എന്ന് പറയുന്നതും വലിയൊരു തടസ്സമായി.
കൈരളി ടി വിയിലെ എൻ്റെ ഈ പ്രോഗ്രാം 100 എപ്പിസോഡ് തികയുന്ന ഈ ഘട്ടത്തിൽ അനൂപിന് ശരിക്കും പറഞ്ഞാൽ ആദ്യാവസാനം ഈ പ്രോഗ്രാമിൻ്റെ കൂടെ നിൽക്കുകയും ഇത് ഈ രീതിയിൽ പൂർത്തിയാക്കാൻ അനൂപിൻ്റെ സഹായം ധാരാളം ഉണ്ടായിരുന്നു. അപ്പം അനൂപ് ആദ്യമായിട്ടാണ് ഈ ക്യാമറയുടെ പുറകിൽ നിന്ന് മുൻപിലേക്ക് വരുന്നത്. ആ മുൻപിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഇവിടെയുണ്ട്. അവരോടും എന്നോടും അവരോട് എന്നെപ്പറ്റിയും എന്നോട് അവരെ പറ്റിയൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കാനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചോദിച്ചാൽ അവരും ഞാനും സംസാരിക്കാം. എന്താ ചോദിക്കാനുള്ളത്? ആദ്യം ചോദിക്കാനുള്ളത്, പൊതുവെ ടെലിവിഷനിലോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലോ അധികം പ്രത്യക്ഷപ്പെടാത്ത താങ്കൾ കൈരളി ചാനലിൽ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാൻ തീരുമാനിച്ചെന്തുകൊണ്ടാണ്? അതായത് എന്നോട് ആദ്യം ഈ പ്രോഗ്രാം ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചത് കൈരളി ടി വിയുടെ ചെയർമാൻ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി സിനിമയിൽ വരുന്ന ഞങ്ങളുടെ ഏകദേശം തുടക്കം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സിനിമയിൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലം മുതലുള്ള ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ചെയർമാനായിട്ടുള്ള ഒരു ടി വി ചാനലിൽ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് അദ്ദേഹം വളരെ ശക്തമായൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് എനിക്കും ചില കാര്യങ്ങൾ സിനിമയ്ക്ക് വെളിയിൽ ആളുകളോട് പറയാനുണ്ട് എന്ന് തോന്നിയപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യണമെന്ന് തോന്നി. മാത്രമല്ല എനിക്ക് സിനിമ വളരെ കുറവാണല്ലോ, അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അല്ല, അപ്പോൾ ഈ സിനിമയുടെ ചില സംഘടനകൾ ഈ പ്രോഗ്രാം തുടർന്നാൽ ഈ വിലക്ക് ഏർപ്പെടുത്തുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു വിലക്കിനെയും ഒരു വിലക്കിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? ആ വിലക്ക് എന്ന് പറയുന്നത് അവർക്ക് വിലക്കേണ്ടി വന്നില്ല. എനിക്ക് പടങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നെ പടങ്ങളിൽ നിന്ന് അവർ പുറത്താക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ തന്നെ ഞാൻ പുറത്തായി. മനസ്സിലായില്ല, അവരെന്നെ വിലക്കേണ്ടി വന്നില്ല. മനസ്സിലായേ? അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അതിൻ്റെ സംഘാടകരോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ സിനിമയിൽ പ്രവേശിപ്പിക്കില്ല ഇങ്ങനെ ടി വിയിലെ പ്രോഗ്രാം ചെയ്താൽ. അപ്പോൾ ടി വിയിലെ സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ സിനിമാ നടന്മാർ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകൾ വന്നു കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ ആളുകൾ സിനിമ കാണാൻ വരുന്ന ആളുകളുടെ എണ്ണം കുറയും. ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കും സിനിമാ നടന്മാരുടെ പ്രോഗ്രാം കാണാൻ എന്നായിരുന്നു അവരുടെ ന്യായം എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഗതി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല സിനിമകൾ ഉണ്ടായി കഴിഞ്ഞാൽ ടി വിയുടെ മുമ്പിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങിയോടും. ഏത് സിനിമ നടൻ എന്ത് പ്രോഗ്രാം അവതരിപ്പിച്ചാലും നല്ല സിനിമ തിയേറ്ററിലുണ്ടെങ്കിൽ ആളുകൾ കാണാൻ പോകും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ അന്ന് അവരോട് പ്രകടിപ്പിച്ച അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിലക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുമല്ല, ഇപ്പം ആഴ്ചയിൽ ഒരു പ്രോഗ്രാമാണ്, ഞാനത് ആഴ്ചയിൽ 5 പ്രോഗ്രാമാക്കി മാറ്റും. ഏത് എന്നെ വിലക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ടി വി മാത്രമല്ലേ ശരണമുള്ളൂ, എനിക്ക് സിനിമ ഉണ്ടാവില്ലല്ലോ. പിന്നെ ടി വിയിലേക്ക് മാത്രമായിട്ടുള്ള സിനിമകൾ എടുക്കും. അത് തിയേറ്ററിൽ എൻ്റെ സിനിമകൾ വന്നാൽ അവർ തടസ്സപ്പെടുത്തുമായിരിക്കാം. പക്ഷേ ഞാൻ ടി വിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ എഴുതും, ഞാൻ തന്നെ അഭിനയിക്കും, ഞാൻ തന്നെ സംവിധാനം ചെയ്യും. ടി വിക്ക് വേണ്ടി സിനിമകൾ എടുക്കും, ടി വിയിൽ മാത്രം കാണിക്കാൻ. അപ്പോൾ അതിനൊരു 10-25 സിനിമ ടി വിക്ക് വേണ്ടി എടുക്കാനുള്ള കഥ എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. യഥാർത്ഥത്തിലുണ്ട്, ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അല്ല, കേരളത്തിൽ ഇത്രയും ശക്തമായ ഒരു സംഘടനയും അതുപോലെ നിരവധി ശക്തന്മാരായ വ്യക്തികളെയൊക്കെ ഈ പരിപാടിയിൽ പലപ്പോഴും പരിഹസിക്കുന്നതിന് ഞാൻ സാക്ഷിയാണ്. ഇവരാരെങ്കിലും പുറത്തു വെച്ച് കൈകാര്യം ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ അവർ എന്നെ ശാരീരികമായി കൈകാര്യം ചെയ്യത്തക്ക രീതിയിലുള്ള പരാമർശങ്ങളോ വിമർശനങ്ങളോ പരിഹാസങ്ങളോ ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സത്യമുണ്ടായിരുന്നു. സത്യം ഉണ്ടെങ്കിൽ പലർക്കും അതിനെതിരെ നെറ്റി വിളിക്കാനോ മുഷിവ് കാണിക്കാനോ ദേഷ്യപ്പെടാനൊന്നും പറ്റില്ല. ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ചെറിയ ശ്രീനി മുരളി ലോകം 100 എപ്പിസോഡാകാൻ പോവാണ്. ഇപ്പോൾ ഈ 100 എപ്പിസോഡിലും ഞാൻ ഉണ്ടായിരുന്നു. ഈ മിക്കവാറും എല്ലാ എപ്പിസോഡിലും ബഹുഭൂരിപക്ഷം എപ്പിസോഡുകളിലും മറ്റു പലരുടെയും വീഴ്ചകളും മറ്റു പലരുടെയും വിഡ്ഢിത്തരങ്ങളും ഒക്കെ ഈ പ്രോഗ്രാമിൽ ശ്രീനിയുടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം മൂപ്പര് വീട്ടിൽ എങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു അപ്രോച്ച്? ഈ രീതിയിൽ തന്നെയാണ് എപ്പോഴും മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ടാണോ? അതെ ഇവരെയൊക്കെ എല്ലാവരും പൊതുവെ അങ്ങനെയൊക്കെ തന്നെ. കുറച്ചുകൂടെ ഗൗരവക്കാരനായിരുന്നെങ്കിലും തോന്നിയിട്ടില്ല എപ്പോഴെങ്കിലും? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇല്ല. ഇത് തന്നെയാണ് ഇഷ്ടം അല്ലേ? എങ്ങനെയാ അങ്ങ് പോയാൽ മതി. എവിടെ? അല്ല, വേറൊരു ചോദ്യമുള്ളത്, ഈ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ ശ്രീനിയുടെ പറഞ്ഞിരുന്നു, വിനീത് കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ
പാടിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലരും ചോദിച്ചു, നിങ്ങൾ മകനെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സിനിമാക്കാരനാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പേര് ചോദിച്ചു. അപ്പോൾ ശ്രീധരൻ പക്ഷേ ഒരാളോടും ഇതിനു വേണ്ടി ഒരു ശുപാർശ പറഞ്ഞിട്ടില്ല, ഒരാളോടും ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പ്രിയദർശന് വിനീത് പാടുമെന്നറിയാം, അപ്പോൾ ആ രീതിയിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ സിനിമാ വൃത്തങ്ങളിലൊക്കെ ഉള്ളൊരു സംസാരമുള്ളത്, പിന്നെ ചേച്ചി ലിസിയുടെ അടുത്ത് ഈ കാര്യം ഇങ്ങനെ പറയുകയും അങ്ങനെയാണ് വിനീതിന് ചാൻസ് കിട്ടിയെന്നൊരു സംസാരമുണ്ട്. അത് വല്ല ശരിയുണ്ടോ അതിൽ? ഒരു ശരിയുമില്ല. വിനീത് മോന് വേണ്ടിയിട്ട് നേട്ടാ ഇതുവരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അങ്ങനെയല്ല, മ്യൂസിക് വൈസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയാറ് എപ്പോഴും പിന്നെ വിനീത് മോൻ നന്നായിട്ട് പാടും, അവനെ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ, നല്ല ടീച്ചറാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണമെന്ന് ഞാനാ പറയാറ്. പക്ഷേ ഈ കാര്യം വേറെ ആരുമില്ല, നമ്മളൊക്കെ പറഞ്ഞു, ശ്രീനേട്ടൻ തന്നെ പറഞ്ഞു. ശ്രീനേട്ടനല്ല പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മോട് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് ശ്രീനേട്ടൻ തന്നെ പലരോടും പറയുന്നുണ്ട്, പല സിനിമയിലെ പല ആൾക്കാരോടും പറയുന്നുണ്ട്. അതിൽ വല്ല ശരിയുണ്ടോ? ശ്രീനേട്ടൻ തന്നെ പലരോടും പറയുന്നുണ്ട്. ലിസിയുടെ അടുത്ത് ഞാൻ ശുപാർശ ചെയ്തിട്ട് ഞാനല്ല പറയുന്നത്, ശ്രീനേട്ടൻ പറഞ്ഞിട്ടുണ്ടോ? ലിസിയുടെ അടുത്ത് ഞാൻ ലിസി അപ്പോഴാ എന്നോട് പറയുന്നത്. ഇതേ രീതിയിലാണ് ശ്രീനേട്ടൻ പല കാര്യങ്ങളും പറയുന്നത്. പല സത്യമല്ലാത്ത കാര്യങ്ങൾ പലതും നമ്മളോടൊക്കെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, വിനീത് ഈ സിനിമ പാടാൻ പോകുമ്പോഴേ, വിനീത് പാടാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് വിനീത് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗായകനാകണം എന്നുള്ളൊരു ഉത്കടമായ ആഗ്രഹത്തോടുകൂടിയല്ലേ പോയത്? എതിർക്കടിയും അല്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാതെ പാടാൻ പോകാൻ പറ്റും? ഒന്നാമത് ഈ അച്ഛനും പ്രിയനങ്ങളും ഒക്കെ ഏതാണ്ട് ഒരേപോലെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അച്ഛൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമയത്തൊന്നും ചിലപ്പോൾ ചെയ്തില്ല എന്ന് വരും. അപ്പോൾ ഇവരൊക്കെ ഏതാണ്ട് ഒരേ വേവ് ലെങ്തിലുള്ള ആൾക്കാരാണല്ലോ. ഞാൻ ഈ ഒരു സംഗീത അധ്യാപനം ഓർമ്മയുണ്ടോ? സംഗീതം പഠിപ്പിച്ചൊരു അധ്യാപനം ഓർമ്മയുണ്ടോ? പുള്ളിയുടെ പേരെന്തായിരുന്നു? ഒരു ദിവസം പോലും പഠിച്ചിട്ടുണ്ട്. ഒരു വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട്. മാഷാണോ മതിയൊക്കെ ധ്യാനാണോ മതിയൊക്കെ? രണ്ടുപേരും. അല്ലല്ല, മാഷ് എപ്പോഴും വരാൻ റെഡിയാണ്. മാഷ് എപ്പോഴും വരാറുണ്ട്. അതെന്താ അങ്ങനെ? ചേട്ടനിപ്പം സിനിമയിലൊക്കെ പാടി ആ രീതിയിൽ വരുമ്പോൾ ധ്യാൻ അങ്ങനെ പാടണം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, ഇവരൊക്കെ നിർബന്ധിച്ചിട്ട് തന്നെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ നിർബന്ധിക്കാതെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നാറുണ്ടോ? പഠിപ്പല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്? എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അച്ഛൻ സിനിമയിൽ പിന്നെ ചിലപ്പോൾ തന്നെ ലൈവായിട്ട് നിൽക്കുകയും വരാനാണ് ഉദ്ദേശം ആണല്ലേ? അപ്പോൾ ഇങ്ങനെ നീ അച്ഛൻ നീ പുതിയതായിട്ട് ഇനി സിനിമയിൽ ലൈവായതിനു ശേഷം ഇപ്പം ഞാൻ മരിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അച്ഛനോട് ധ്യാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്കിങ്ങനെ സിനിമയിൽ അഭിനയിക്കണം, ആ രീതിയിലൊരു അവസരം തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അച്ഛൻ്റെ പ്രതികരണം എങ്ങനെയാണ്? അച്ഛൻ പറഞ്ഞ് ഈ കൈരളിയിലെ ഈ ഷോ കഴിഞ്ഞിട്ട് ഞാൻ പറയാം എങ്ങനെ നീ ചെയ്യുന്നു, അതിനുശേഷം പറയാന്ന് പറഞ്ഞു. ഈ കൈരളി ടി വിയുടെ ഈ ചെറിയ ശ്രീനി മുല്ലി ലോകം എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ 100ാമത്തെ എപ്പിസോഡ് ആകുമ്പോഴാണ്. ഇപ്പോൾ ഈ പരിപാടിയെക്കുറിച്ച് ഭാര്യ എന്നുള്ള നിലയിൽ, ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഇത് വിലയിരുത്തുന്നത്? പക്ഷെ ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടുമില്ല. ഞങ്ങളെ ആ സ്റ്റാഫ് ഗെയിംസ് വില്ലേജ് ഞങ്ങളെ ബ്ലോക്കിൽ കുറേ ബ്ലോക്കിലാണ് കിട്ടാറുണ്ട്. അത് പിന്നെ ഞാൻ കുറച്ചെല്ലാം അടുത്ത ബ്ലോക്ക് പോയിട്ട് കാണാറാണ്. പിന്നെ കുറേ മിസ് ചെയ്ത് കണ്ടതൊക്കെ കുറേയെല്ലാം എനിക്കിഷ്ടമായി. പിന്നെ ചിലതിലെല്ലാം എനിക്ക് മറ്റുള്ളവരെ കുറ്റം പറയുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി, അതെനിക്കിഷ്ടമില്ല. പിന്നെ ബാക്കി ഫ്രണ്ട്സിന്, പഴയ ഫ്രണ്ട്സ്, ഇടയ്ക്കുള്ള സിനിമ അനുഭവങ്ങൾ, അതൊക്കെ കുറേ എല്ലാം കറക്റ്റാണ്, അതെല്ലാം നല്ലതായിട്ടുണ്ട്. ഇടയ്ക്ക് ചോദിക്കട്ടെ, ഈ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ഈ കുറ്റം പറയുന്ന ആൾ മൂപ്പരെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് അങ്ങനെ അഫോർഡ് ചെയ്യാറുണ്ട്? അതും ചെയ്യും. അത് സ്വയം കുറ്റവും പറയൂ, അത് പറഞ്ഞ് ചിരിക്കുകയും ചെയ്യൂ. പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ ആ പറയുന്നത് എങ്കിൽ കൂടിയോ എനിക്കത് ഇഷ്ടമില്ല. സത്യസന്ധമാണെങ്കിലും ഇഷ്ടമില്ല അങ്ങനെ പറയുന്ന. നമ്മൾ മുഴുവൻ കാര്യങ്ങളും അങ്ങ് തുറന്നു പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ മനസ്സിലുള്ള മുഴുവൻ കാര്യങ്ങളും തുറന്ന് അങ്ങനെ പറയാൻ പാടില്ല. കുറച്ച് മനസ്സിൽ വെക്കണോ. ദുരൂഹതയൊന്നല്ല, നമ്മൾ സത്യം. ഇവരുടെ ഫാമിലിയുടെ രീതിയാണ്. ഇവരുടെ ഫാമിലി കുറെ 3/4 ഭാഗം ഒളിപ്പിച്ച് വെച്ച് ബാക്കി പറയണം. അല്ല 3/4 ഭാഗം പറഞ്ഞോട്ടെ, 1/4 ഭാഗം നമ്മളെ മനസ്സിൽ ഒളിപ്പിച്ച് വെക്കണം. ഇത് മുഴുവൻ രഹസ്യങ്ങളും പുറത്തു പറഞ്ഞാൽ എങ്ങനെയാ? അങ്ങനെ പറയാൻ പാടില്ല.
ഈ സാമ്പത്തികമായിട്ട് തകർച്ചയിലാണെന്നൊക്കെയുള്ള കാര്യമൊക്കെ പുള്ളി ഓപ്പണായിട്ട് പറയും, അതൊന്നും കുഴപ്പമില്ല. എല്ലാവരും പറയും. അതല്ല എല്ലാവരോടും പണ്ട് മുതലേ ഞാൻ കേൾക്കുന്നതാ, എത്രയോ പ്രാവശ്യം പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല. വിനീതിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഈ പരിപാടിയെക്കുറിച്ച് വിനീതിൻ്റെ അഭിപ്രായം എന്താണ് ഇപ്പോൾ? എനിക്ക് പരിപാടി പൊതുവെ ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ മലയാളത്തിലുള്ള പ്രഗത്ഭനായ ഒരു നടനെ ഇടയ്ക്കിടയ്ക്കിട്ട് പണിയാറുണ്ട്. ആ നടനെ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പേഴ്സണലായിട്ടല്ല, ഒരു നല്ല ആക്ടർ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിനിട്ട് പണിയുന്നത് എനിക്കത്ര സഹിക്കാൻ പറ്റില്ല. അത് പറഞ്ഞിട്ടുണ്ടോ അച്ഛനോട്? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അത് കുറച്ച് പണിയിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മനഃപൂർവ്വം നീ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ നുണ പറഞ്ഞ് തേജോവധം ചെയ്യാൻ ശ്രമിച്ചു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്താ തേജോവധം ചെയ്യാൻ ഞാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണ്, അതിൽ വാസ്തവമില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ലല്ലോ. അതല്ല, പണി എല്ലാ സമയത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ലല്ലോ ഞാൻ ചോദിച്ചത്, ഇതിന് ഉത്തരം പറ. ഞാൻ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ മനഃപൂർവ്വം ശ്രമിച്ചതായി നിനക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അച്ഛൻ പറയുന്നത് വാസ്തവമാണോ അല്ലയോ എന്ന് ഞാനെങ്ങനെ അറിയും? അത് ശരി, ഞാൻ നുണ പറയുന്ന ആളാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നുണ പറയാറുണ്ടല്ലോ. ഇന്നലെ അതായത് അച്ഛൻ നിലവിൽ സിഗരറ്റ് വലിക്കുന്നില്ല എന്നുള്ളതാണ് വെപ്പ്. ഇന്നലെ ഞാൻ ബാത്റൂമിൽ കയറിയപ്പോൾ തൊട്ട് മുമ്പ് അച്ഛനെ കയറിയതാണ്. ഞാൻ ബാത്റൂമിൽ കയറിയപ്പോൾ നല്ല സിഗരറ്റിൻ്റെ മണം. ഞാൻ നോക്കിയപ്പോൾ ക്ലോസറ്റിൻ്റെ ബാക്കിൽ 2-3 മാച്ച് സ്റ്റിക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി നല്ല വലിയായിരുന്നു. പുറത്തെന്താ പറിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡിസിഷൻ മേക്കിംഗ് ഒക്കെയാണ്, സിഗരറ്റ് വലിയൊക്കെ നിർത്തിയിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് വെപ്പ്. അപ്പോൾ കള്ളം പറയുന്ന ഒരാളാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇതിലും വലിയൊരു തെളിവ് ആവശ്യമില്ലല്ലോ. എന്നേട്ടൻ പറഞ്ഞ് ആ ഒരു നടനെ പറ്റി കുറ്റം പറയുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് കേട്ടിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഏട്ടനായിരിക്കും. അതാ എൻ്റെ പറഞ്ഞത്. അത് കേട്ടിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഏട്ടനായിരിക്കും. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്. ഞാൻ എൻജോയ് ചെയ്യുന്നു. ഷോ ചെയ്യുന്നതിന് മുമ്പേ ചിലപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആദ്യം പറയാറുണ്ട്. അല്ലെങ്കിൽ ഷോ കഴിഞ്ഞിട്ട് ഇത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അത് പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് എല്ലാം അറിയായിരുന്നു. എല്ലാ ഷോൻ്റെയും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാ ഷോവും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് പിന്നെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ സങ്കടം കൊണ്ടാണ് ചിലപ്പം മൂപ്പര് പിന്നെ ചിരിക്കുന്നതെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എൻ്റെ സങ്കടം മറ്റുള്ളവർ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് അങ്ങനെ ആയിക്കൂടെ? സങ്കടം കൊണ്ടായിരിക്കും ചിലപ്പോൾ വിനീത് ചിരിക്കുക, അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ഒരിക്കലും അങ്ങനെയുള്ളൊരു ചിരിയല്ല അത്. അതിനൊരു വില്ലൻ ചിരിയാണ്. ധ്യാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ അഭിനയമാണെന്ന് പറഞ്ഞല്ലോ. ഏറ്റവും പ്രിയപ്പെട്ട നടനാരാണ് മലയാളത്തിൽ? മോഹൻലാൽ. എന്തുകൊണ്ടാണ് മോഹൻലാലിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? കാരണം ഞാൻ മോഹൻലാലിൻ്റെ കൂടെ പടങ്ങളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പിന്നെ പണ്ട് മുതലേ അച്ഛൻ്റെ കൂടെ എല്ലാം കുറേ നാടോടിക്കാറ്റ് അതുപോലത്തെ പടങ്ങളൊക്കെ കണ്ട് നല്ല പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു. അച്ഛനോട് അങ്ങനെ നടന്നുള്ള നിലയിൽ ഇഷ്ടം തോന്നിയിട്ടുള്ള സിനിമ ഏതാണ്? പഴയ കുറേ പടങ്ങളുണ്ടായിരുന്നു. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, നാടോടിക്കാറ്റ്, വാട്ടിന പ്രവേശം, പിന്നെ അക്കരെ എന്നൊരു മാരൻ, അങ്ങനെ കുറേ പടങ്ങളുണ്ട്. അടുത്ത കാലത്തുള്ള പടങ്ങളൊന്നും അങ്ങനെ ഇഷ്ടം തോന്നിയിട്ടില്ല? അടുത്ത കാലത്ത് എനിക്ക് വലിയ ഇഷ്ടം തോന്നിയിട്ടില്ല. ഇല്ല. അച്ഛൻ അഭിനയത്തിൽ പിന്നോട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഈ നായകൻ്റെ കാര്യം കഴിഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ മോഹൻലാലാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട നായിക ആരാണ്? എനിക്ക് പണ്ട് ശോഭനയൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ നവ്യ നായർ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇല്ല. വെള്ളിത്തിരിയുടെ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടായിരുന്നു, പിന്നെ ഞാൻ മതിയാക്കി. പൃഥ്വിരാജിന് ദേഷ്യം തോന്നിയിട്ടില്ല. ലക്കിയാന്ന് തോന്നി. നിനക്ക് നവ്യ നായരോട് നിനക്ക് അങ്ങനെയുള്ള തോന്നലുണ്ടായോ? കല്യാണം കഴിക്കണമെന്ന് മറ്റോ തോന്നി? തോന്നി. കുറേ പേരോട് തോന്നിയിരുന്നു. ഇപ്പം നവ്യ നായർ കുട്ടിക്കാലത്ത് വലിയത് വ്യത്യാസമില്ല. ഏട്ടന് തോന്നിയിട്ടുണ്ട്. ഏട്ടനോട് ചോദിച്ചു, നിന്റെ ഏട്ടത്തിമ്മയായിട്ട് മീര ജാസ്മിൻ വരുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല ശരിക്കും ചോദിക്കട്ടെ, അങ്ങനെ വരുന്നതിൽ വിനീതിന് എന്തെങ്കിലും യോജിപ്പില്ലായ്മയുണ്ടോ?
എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഇപ്പൊ ഈ പ്രായം ടീനേജ് പ്രായം നമ്മളൊക്കെ ചെറിയ പിള്ളേരല്ലേ. ചെറിയ അത് തന്നെ അതിൻ്റെ ഒരു കാര്യം. നവ്യ അല്ല മിരാസ്മിൻ ബാല എന്ന് പറഞ്ഞൊരു പടത്തില് കുറച്ച് ചേർന്ന് അഭിനയിച്ചായിരുന്നു. അതിനുശേഷമാണ് ഏട്ടനും മിരാസ്മിനെ വിട്ടെ, ഞാൻ നവ്യനേരം വിട്ട് ഈ വെള്ളത്തിന് ശേഷം. ഇനി ഇത് ആദ്യം പാടാൻ അവസരം കിട്ടിയപ്പോൾ ആരെങ്കിലും അനുകരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല, ആഗ്രഹിച്ചില്ല. പാടിയതിന് ശേഷം അങ്ങനെ അനുകരിച്ചോ എന്ന് എന്തെങ്കിലും സംശയം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്തൊന്നും തോന്നിയിട്ടുണ്ടോ? ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട്. ആരെ ഇമിറ്റേറ്റ് അത് ചെയ്തോ? ഞാൻ പറയില്ല. പറയില്ല, ട്രേഡ് സീക്രട്ട് ആണ്. വിനീത് ഇപ്പം കൈരളിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പാട്ട് പാടാൻ ശ്രമിക്കും. കനാ കണ്ടേനടി തോഴി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി. ഉന്മിഴി മുതൽ മൊഴി വരെ മുഴുവതും കവിതകളകമെത് പുറമെത് പുരിന്തത് പോലെ കനാ കണ്ടേനടി. ഉന്മുടി മുതൽ അടിവരെ മുഴുവതും ഇനിമകൾ സുമയത് സുഖമെത് അറിന്തത് പോലെ കനാ കണ്ടേനടി തോഴി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി. எதையோ என் வாய் சொல்ல தொடங்க அதே உன் வாய் சொல்லி அடங்க உதடுகள் நாங்கும் முட்டிக்கொள்ள நான் கண்டேன். நீலம் போல் உன் மனம் விரிந்து கிடக்க நிழல் போல் என் மனம் சரிந்து படுக்க இதயம் இரண்டும் தட்டிக்கொள்ள நான் கண்டேன். ஒரு கண்ணில் அமுதம் கண்டேன், மறு கண்ணில் அபயம் கண்டேன். எங்கெங்கோ தேடி தேடி உன்னில் என்னை நான் கண்டேன். கனா கண்டேனடி தோழி, கனா கண்டேனடி, கனா கண்டேனடி, கனா கண்டேனடி. വിനീത് പാടിയ പാട്ട് നന്നായിട്ടുണ്ട്, കിളിച്ചുണ്ടൻ മാമ്പഴത്തി പാടിയ പാട്ടും നന്നായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ കിളിച്ചുണ്ടൻ മാമ്പഴത്തി പാടിയതിന് ശേഷം പിന്നെ ഏതെങ്കിലും ഓഫറുകൾ വന്നോ? അതേക്കുറിച്ച് പറയാം. ഇല്ല, എന്നെ പിന്നെ ആരും വിളിച്ചിട്ടില്ല. അത് എന്ത് പറ്റി അങ്ങനെ? അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം തന്നെ പുതിയ വന്ന ഒരുപാട് നന്നായിട്ട് എന്നെക്കാളും നന്നായിട്ട് പാടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അല്ല അല്ല കാര്യമായിട്ട് പറയുകയാണ്, ഈ മധു ബാലകൃഷ്ണ, പിന്നെ വിധു പ്രതാപ്, ഇവരൊക്കെ നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം എൻ്റെ അച്ഛന് മലയാള സിനിമയിലെ ഇൻഫ്ലുവൻസ് വളരെ കുറവാണ്. ഒന്ന് രണ്ട് ആൾക്കാരുടെ അടുത്ത് പറയണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അവരുടെ അടുത്ത് പറഞ്ഞും കാണും, പക്ഷെ അവർ ആരും വിളിച്ചില്ല. അപ്പോൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല. അല്ല, മൂപ്പർക്ക് ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് തോന്നിയോ? അങ്ങനെ ഇൻഫ്ലുവൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണമല്ലോ, എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടാവണല്ലോ. അപ്പോൾ എൻ്റെ ഇൻഫ്ലുവൻസിലൂടെ പാടാമെന്നുള്ള ഒരു വെള്ളം ചൂടാക്കി വെച്ചിരുന്നല്ലോ അടുപ്പിൽ, അത് വാങ്ങി വെച്ചേക്ക്. വേറൊന്നും നടക്കൂല്ലെങ്കിൽ പിന്നെ ആ വെള്ളം തന്നെ ഇരിക്കട്ടെ. അയാളുടെ പൊട്ടൻഷ്യൽ കൊണ്ടാണ് രംഗത്ത് വരേണ്ടത്. വേറെ ആള് ഉന്തി കയറ്റി ഊരി പോകുന്നത് കേട്ടില്ലേ? ആ പരിപാടി മോശമല്ലേ അത്? പിന്നെ ഇതിപ്പം പ്രിയം നിന്നെ വിളിച്ചിട്ട് പാട്ട് പാടിച്ചു, നീ പാടി. അതുപോലെ ആൾക്കാർ നീ പാടണമെന്ന് ആളുകൾക്ക് തോന്നുന്നതിന് പാടും, പാടിപ്പിക്കും. അല്ല, ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം മോഹൻലാലിൻ്റെ മകൻ പിന്നെ അഭിനയിച്ചിട്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ അഭിനയിച്ചു. പിന്നെ ജയറാമിൻ്റെ മകൻ അഭിനയിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് ഈ അച്ഛന്മാർ നന്നായിട്ട് ബാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ജയറാമും മോഹൻലാലും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വേണ്ട രീതിയിലുള്ള സഹായം കിട്ടുന്നില്ല. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ കിട്ടുമായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് ഇവൻ്റെ അച്ഛൻ ഇപ്പോൾ അച്ഛൻ പോരാന്നുള്ള അല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. സൂപ്പർ സ്റ്റാറിന്റെ മകനായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഈ അവസ്ഥയിൽ തന്നെ കുറച്ച് ബാക്കിങ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ബാക്കിങ് എന്തായാലും കിട്ടണം, കുറച്ചുകൂടെ വേണം. അതെ, നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ? അതെ, ക്ലച്ച് പിടിക്കണ്ടേ? അതെ. അത് ശ്രീധരൻ എന്താ തോന്നുന്നു? ധ്യാനം എന്ത് തോന്നുന്നു? ഇത് ഇങ്ങനെ അച്ഛൻ സഹായിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഈ ഒരു അച്ഛൻ്റെ സുഹൃത്തുക്കളോട് ചാൻസ് സുഹൃത്തുക്കളോട് ചോദിക്കേണ്ടി വരും. അതിലും മടിയൊന്നുമില്ല. ചോദിച്ചാലും കിട്ടുമോ? പിന്നെ ചോദിക്കുന്നു. അച്ഛനൊന്നും കൂടി ഞാൻ ചോദിച്ചതിന് ശേഷം
അച്ഛനൊന്നൊരു വിളിച്ചൊരു ഫോണിൽ പറഞ്ഞു. അവസാനം പിന്നെ ഞാൻ തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വരുന്നത്. അല്ലാതെ ഈ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഈ ഒരു മകനായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടില്ല ഒരിക്കലും? സൂപ്പർ സ്റ്റാർ ഒന്നുമില്ല. ഇവനെന്നോട് വലിയ ബഹുമാനം. അത് സിനിമയിൽ ഈ ടെസ്റ്റ് ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് നൈസ് വെച്ചതാണ്. അതല്ലേ? അതെ, അല്ലാതെ അങ്ങനെ ഒരു ബഹുമാനമൊന്നുമില്ല അച്ഛനോട്. ഞാൻ ഇല്ലാത്തപ്പം കുറച്ച് ബഹുമാനം കുറവാണ്, ഞാനുള്ളപ്പോൾ കുറച്ച് ബഹുമാനമൊക്കെ കാണിക്കും. സിനിമയിൽ വിദ്യാഭ്യാസം ആവശ്യമില്ല എന്ന് ശ്രീയുടെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചേച്ചി പിന്നെ BEd കഴിഞ്ഞിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നല്ലോ. അപ്പോൾ ഈ ലോങ് ലീവ് എടുത്തിട്ട് ഇവിടെ വന്ന് മദ്രാസിൽ വന്ന് താമസിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കും സ്വന്തമായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നതാണല്ലോ. അത് നഷ്ടപ്പെടുത്തിയതിന് കാരണക്കാരൻ ആരാണ്? ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു തന്നെയാണ്. ഞാൻ ഏട്ടൻ ഇപ്പം എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഏട്ടൻ പോണ്ടാന്നൊന്നും പറയില്ല. പക്ഷേ എനിക്ക് തോന്നി മദ്രാസിൽ വിനീതമ്മ വിളിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ കുട്ടികളെ നോക്കലും എൻ്റെ ജോലിയും എൻ്റെ സ്കൂൾ ടീച്ചിങ് അത് രണ്ടും കൂടെ ശരിയാവുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഏട്ടൻ വരൂ, അന്നേരം ലീവ് എടുക്കേണ്ടി വരും. ശ്രീനേട്ടൻ പക്ഷേ എല്ലാവരോടും പറയുന്നത് അങ്ങനല്ല. ഞാൻ പറഞ്ഞു ഇനി പോകണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ പോക്ക് നിർത്തി എന്നുള്ള രീതിയിലാണ് എല്ലാവരും. ഏട്ടൻ അങ്ങനെ ഞാൻ പോണ്ടാന്ന് പറഞ്ഞിട്ടേ ഇല്ല, എൻ്റെ സ്വന്തം ഇഷ്ടമാണ് ഞാൻ സ്കൂളിൽ പോകാതിരിക്കുന്നത്. ശ്രീനേട്ടൻ പക്ഷേ പലരോടും പറയുന്നത് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പോകണ്ടെന്ന്, അപ്പോൾ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. പക്ഷെ അതാരും കേൾക്കില്ലെന്നേ പറഞ്ഞിട്ട് ആ വഴി പോകും. ലീവ് എടുത്തത് എൻ്റെ സ്വന്തം ഇഷ്ടം. അത് എനിക്ക് സ്കൂളിൽ ഇടയ്ക്കിടെ ലീവ് എടുക്കുമ്പോൾ അവിടെ അവർക്ക് സ്കൂളിലെ ടീച്ചേഴ്സിന് പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ട് ഞാൻ സ്വയം ലീവ് എടുത്തതാണ്. സിനിമയിൽ തന്നെയുള്ള ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഇങ്ങനെ ലീവ് എടുപ്പിച്ചത് ഒരു പുരുഷ മേധാവിത്വം, ശ്രീനിവാസന്റെ പുരുഷ മേധാവിത്വ സ്വഭാവമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. എൻ്റെ പേഴ്സണൽ സ്വാതന്ത്ര്യത്തിന് ഇതുവരെ നേട്ടെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല, ഒരു നിസ്സാര കാര്യത്തിന് പോലും പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ബാക്കി ഒരു സന്തോഷമില്ലെങ്കിൽ ഇതിപ്പോൾ ഒരാൾക്കൊരു എന്താ പറഞ്ഞാൽ പേഴ്സണൽ സ്വാതന്ത്ര്യം പിന്നെ അത് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ സ്ത്രീകളൊന്നും അത് ഇഷ്ടപ്പെടുന്നേ ഇല്ല. പണ്ടൊക്കെ ഭർത്താക്കന്മാർ എന്തെങ്കിലും ചെയ്യുന്ന കാര്യം അത് കേട്ടിട്ട് സ്ത്രീകൾ നിന്നോളൂ. ഇന്ന് സ്ത്രീകളങ്ങനെ ഇരിക്കില്ല. അല്ല, പറയാൻ കാരണമുണ്ട്. ശ്രീനിവാസിൻ്റെ പല സിനിമകളിലും സ്ത്രീകളെ വളരെ ഒരു പുരുഷന്മാർക്ക് ഈക്വൽ അല്ലാത്ത രീതിയിൽ ഉള്ള സ്ക്രിപ്റ്റൊക്കെ പലപ്പോഴും എഴുതിയിട്ടുണ്ട് മൂപ്പര്. സ്ത്രീകൾ വെറും പുരുഷന്മാരെ പോലെ അല്ല എന്നുള്ള രീതിയിൽ, സ്ത്രീ എന്ന സ്ത്രീ തന്നെയാണെന്നുള്ള രീതിയിൽ സ്ത്രീക്ക് എപ്പോഴും സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടും പിന്നെ ഒരു ഭാര്യ എന്ന നിലയിലുള്ള എല്ലാ പരിഗണനയും കൊടുത്തുകൊണ്ടുള്ളതല്ലേ മിക്കവാറും പടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അല്ല, തലേണമന്ത്രം എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിൽ ഉർവശിക്ക് ഭയങ്കര പിന്നെ സ്വർണത്തോട് അഭിനിവേശം, വസ്ത്രങ്ങളോട് അഭിനിവേശം, ആർഭാടങ്ങളോട് അഭിനിവേശം. അത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയിൽ നിന്നാണോ ആ ക്യാരക്ടർ ഉണ്ടാക്കാനുള്ള പ്രചോദനം ഉണ്ടായതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ സിനിമ എടുക്കുന്നത് മുഴുവനും സ്വന്തം ഭാര്യൻ്റെ കാര്യം എന്ന് പറയുന്നത് ശരിയില്ലല്ലോ. അല്ല, മുഴുവനല്ല, അത് പ്രചോദനം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആൾക്കാർ പറയുന്നത് ചിലപ്പം സ്ത്രീകളെ അല്ലെങ്കിൽ അവരുടെ ഇതുപോലെയുള്ള സ്വഭാവങ്ങളെ വിമർശിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ. സ്ത്രീയെ വല്ലാതെ പീഡിപ്പിക്കുന്ന രീതിയിലാണ് അത് അപൂർവം ചില സിനിമകളിലല്ലേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ ഭാര്യമാർക്ക് പ്രത്യേക പരിഗണനയും ഭാര്യമാരോട് സ്നേഹവും കാര്യങ്ങളും മിക്കവാറും സിനിമകളിലുണ്ടല്ലോ. അത് മാത്രം, അതാ എനിക്കൊരു ഓർമ്മ. ഉർവശീൻ്റെത് കല്യാണമന്ത്രത്തിൽ സാമ്പത്തിക പ്രശ്നമല്ലേ വന്നത്, അതിൽ വേറൊന്നുമില്ലല്ലോ. അല്ലല്ല, ആർഭാടത്തിനോടുള്ള സ്ത്രീയുടെ അഭിനിവേശമാണ് അതിനകത്ത്. അതെ, അത് പിന്നെ അത് അപ്പോൾ എനിക്കൊരു സ്ത്രീ വിരോധം ഉള്ളത് കൊണ്ടാണോ എന്നാണ് അനൂപിന്റെ കുത്തിയുള്ള ചോദ്യം. സ്ത്രീ വിരോധം അങ്ങനെയൊന്നുമില്ല. നോക്കിയേ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അത്രേ ഉള്ളൂ? നന്നായിട്ടില്ലേ? ആ, കൊള്ളാം. ഇനി ക്രീം നിറത്തിൽ വേറെ ഒരെണ്ണുണ്ട്, അതിട്ടുണ്ട് വരട്ടെ. കുറച്ച് കഴിഞ്ഞു പോരെ, എനിക്ക് സ്വല്പം ജോലി ഉണ്ടായിരുന്നു. സുഖേട്ടാ, ഇനി മുതൽ ദിവ്യമോള് സുഖേട്ടനെ അച്ഛാന്ന് വിളിക്കില്ല. അയ്യോ, അതെന്ത്?
എന്നെ അമ്മാന്നും വിളിക്കില്ല. പിന്നെ സുഖേട്ടൻ ഡാഡി, ഞാൻ മമ്മി. അത് അത് ലോകം ഒരുപാട് മുമ്പോട്ട് പോയി സുഖേട്ടാ. കിണറ്റിലെ തവളകളെ പോലെ നമ്മൾ പരിഷ്കാരം അറിയേണ്ട ജീവിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം വേണം. വേണം. ഡാഡി, മമ്മി, ഡാഡി, മമ്മി, ഡാഡി, മമ്മി, ഡാഡി, മമ്മി. അയ്യോ സുഖേട്ടൻ, ഇന്ന് കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. ആണോ? ഓട്ടെ ചേച്ചി, പിന്നെ വരാം. ഒന്ന് ഞങ്ങൾ തല്ലാൻ മതി. ഇപ്പഴോ? ഹായ്, ഇത് നമ്മുടെ കാറാണോ സുഖേട്ടാ? അതെ. അയ്യോ എനിക്ക് സന്തോഷായി. മോളെ നമ്മുടെ കാറാ. എന്തിനാ ഗേറ്റ് തുറക്കുന്നേ? അകത്ത് കയറ്റണ്ട, കുറച്ചേരം വെളിയിൽ കിടക്കട്ടെ. നാലാള് കാണട്ടെ സുഖേട്ടാ നമ്മുടെ കാറ്. എങ്ങനെയുണ്ട്? കാർ ഇഷ്ടപ്പെട്ടോ? അസലായിരിക്കുന്നു. ഇനി ഇപ്പൊ ഇത്തിരി മോശമായി തന്നെ എന്താ, ഒരു കാറായല്ലോ. ഈ കോളനിയിൽ നമുക്ക് തലയുയർത്തി പിടിച്ച് നടക്കാമല്ലോ. അതൊന്നും തരണ്ട. വണ്ടി അകത്ത് തരട്ടെ? വേണ്ട വേണ്ട, മേസിൽ ഇറങ്ങിക്കോ. ഇതിന്റെ എഞ്ചിൻ ഇപ്പം നാട്ടിൽ കിട്ടൂല. ആണോ? പിന്നെ അതുപോലെ ബോഡി തീരെ കിട്ടൂല. ഒരുമാതിരി വണ്ടിയൊന്നും മാരുതി. ആ ഒരുമാതിരിപ്പെട്ട വണ്ടി മാരുതി. അല്ല, ഞാൻ ഒരു അവസാനം ഒരു ചോദ്യം ചോദിച്ചു. ഭർത്താവ് എന്നുള്ള നിലയിൽ അവസാനം ഒന്ന് നടുവിടാൻ പോകും. ഭർത്താവ് എന്നുള്ള നിലയിൽ എത്ര മാർക്ക് കൊടുക്കും? പരീക്ഷ പേപ്പറാ. ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പിന്നെ ദോഷങ്ങളൊന്നും പറയാനില്ല. എനിക്ക് ഒരേ ഒരു ദോഷമേ പറയാനുള്ളൂ. മനസ്സിലുള്ളത് മുഴുവനും എടുത്ത് പറഞ്ഞിട്ട് ഉള്ളയാൾ മുഴുവനും അത് ഇത് അങ്ങനെ മനസ്സിലുള്ളത് മുഴുവനും തുറന്നടിച്ച് പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഇഷ്ടം അതാണ്. ശ്രീയാണ് കുറച്ചുകൂടെ ദുരൂഹതയുള്ള കുറച്ചുകൂടെ ഒളിപ്പിച്ചു വെക്കണം. കുറച്ച് മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബാക്കി പറഞ്ഞാൽ മതി, ബാക്കി എഴുതിയാൽ മതി. സിനിമയായാലും എന്തായാലും അതേ ഒരു വിഷമമുള്ളൂ. അതൊരു വിഷമം തന്നെയാണ് എനിക്ക്. കാരണം ഉള്ളത് മുഴുവൻ എടുത്തിട്ട് ബാക്കിയുള്ള ഫാൻസിൻ്റെ ഉള്ള എല്ലാം കൈരളി ടി വിയിൽ മറ്റേ എഴുതുന്നതിൽ എല്ലാം മനസ്സിലുള്ളത് മുഴുവൻ എടുത്ത്. അതെ, ബൈപ്പാസ് കഴിഞ്ഞവരെ പോലെ സംസാരിക്കും. അത് തന്നെ. ഞാൻ അതുകൊണ്ട് എൻ്റെ മോനോട് പറയും, മോനെ ഉള്ളത് മുഴുവനും തുറന്നങ്ങ് പറയരുത്. ചെറുപ്പത്തിലെ കുട്ടികളെ കളവ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ തീരെ സംസാരിക്കാറില്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ വെക്കണം. കുറച്ച് കാര്യങ്ങൾ മോനെ എന്തൊക്കെയായാലും അച്ഛനെ പോലെ ആവാൻ പാടില്ല. ഞാനാണ് മാതൃക ഇവരുടെ. അല്ല, അച്ഛനെ എങ്ങനെ അവരാവാൻ പാടില്ല. ആവാതിരിക്കണം എന്നുള്ളതിന് അച്ഛനെ പോലെ എന്ന് പറയുന്നത് ഈ കാര്യം തന്നെ. അച്ഛൻ മനസ്സിലുള്ളത് മുഴുവനും എടുത്ത് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്സിൻ്റെതും എല്ലതും ഉള്ളതും നല്ലതും മോശവും മുഴുവൻ കാര്യവും പറയും. അതിന്റെ പേരിൽ ഏതെങ്കിലും ശത്രുക്കളോ അങ്ങനെ ഉണ്ടായതായിട്ട് ഓർമ്മ? ശത്രുക്കളല്ല, ആൾക്കാർക്ക് വിഷമമുള്ളതായി എനിക്കറിയാം. ശത്രുക്കളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല. അപ്പൊ എത്ര ശതമാനം പുറത്ത് പറയാം? എന്ത് ഭർത്താവാ? അല്ല, സത്യങ്ങള്. സത്യങ്ങളാ എത്ര ശതമാനം മൂടി വെക്കണം, എത്ര ശതമാനം പുറത്ത് പറയാം? 1/4% തിരക്കഥ എഴുതിയാ പോരെ. ഈ സത്യങ്ങൾ മുഴുവൻ ഇങ്ങനെ പുറത്തിങ്ങനെ പറഞ്ഞു 1/4% മനസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് ബാക്കി 3/4% നിങ്ങൾ പറഞ്ഞോളൂ. ഇനി മേലാൽ നിങ്ങൾ മുഴുവനും പറയല്ല. എന്റെ ഇഷ്ടം. വിനീതിന് എന്ത് തോന്നുന്നു? ഇങ്ങനെ തന്നെ വേണമെന്നാണോ? അല്ല, കുറച്ചും കൂടെ ഒരു ഒതുക്കത്തോടെ നിൽക്കുന്നത് നല്ലതല്ലേ? പക്വത വേണമെന്നാണ്. പക്വത വേണം. പക്വതയിലുണ്ട് മോനെ. അല്ല, കുറച്ചുകൂടെ പ്രായം വരുമ്പോൾ അത് ശരിയായിക്കോളൂ എനിക്ക് തോന്നുന്നു. എങ്ങായതുണ്ട്. ഒരു പ്രായം വരെ എനിക്കും ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏതാണ്ട് കൈവിട്ട അവസ്ഥയിലാണ്. സുരേഷ് ഗോപിയുടെ ഒന്നും അത്രയും പക്വത വരുന്നില്ല. ഇല്ല, സത്യമായിട്ടും വരുന്നില്ല. അയ്യോ, അദ്ദേഹത്തിൻ്റെ ഒരു പക്വത എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ. എന്ത് തോന്നുന്നത്? ഞാൻ അത് തന്നെയാണ്. അച്ഛന് കുറച്ചുകൂടെ പക്വത വേണം എന്ന് തോന്നുന്നുണ്ടോ? എല്ലാം പറയണം. അല്ലെങ്കിൽ ഈ പരിപാടി ഒന്നും പോവില്ലല്ലോ. മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ പരിപാടി നടക്കണമെങ്കിൽ ഇത് ഓപ്പണായിട്ടൊക്കെ പറഞ്ഞ് പറയണം. അല്ല, കൈരളിയിലെ പ്രോഗ്രാം ഏതായാലും കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി കുറച്ചും കൂടെ പക്വത. പടവും ഇല്ലാത്ത സമയത്ത് ഇതുപോലത്തെ പോലെ പറച്ചിൽ മാത്രമല്ലേ ഉണ്ടാവും. പടമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കുറെ പറച്ചിലിങ്ങനെ വരുന്നുണ്ടോ? ആരും ശ്രദ്ധിക്കൊന്നുമില്ല. ഒരാൾ
അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും. അവരൊരു മണി നോക്കിക്കോ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ നാട് നന്നാവുന്നില്ല അല്ലേ? ഞാൻ എൻ്റെ ഭയങ്കര തെറ്റിദ്ധാരണയായിരുന്നു എനിക്ക്. എങ്ങനെയെങ്കിലും ചുറ്റുപാടൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട്. രക്ഷയില്ലല്ലേ? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആളുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് പോട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ നിൻ്റെ എയിം എന്താണ്? ആ, എയിം, ഗോൾ, ഉദ്ദേശം, ആഗ്രഹം, അഭിലാഷം, ഡ്രീം എന്താണ്? ഡ്രീം. അതെ. അത് പറയാനുള്ള പ്രായമല്ല അവനായി. ഇവനോടല്ലേ ചോദിക്കേണ്ടത്? ഇവൻ കുറച്ചും കൂടി ഇപ്പൊ തോന്നുന്ന ഡ്രീമാണ്. ആ, ഇപ്പൊ ഒരു സിനിമ കാണണമെന്നാണ് ആഗ്രഹം. അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് അല്ല, അതിപ്പോ പെട്ടെന്ന് 2 മണിക്കൂർ കഴിഞ്ഞാൽ മാറേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? പിന്നെ അത് 9ാം ക്ലാസ്. ഇവനോട് ഒരു ആ, അത് കുറച്ച് നിന്റെ ഡ്രീം എന്താണ്? അല്ല, ഞാനിപ്പോഴും അതിനെപ്പറ്റി ഒരു കൺക്ലൂഷനിലെത്തിയിട്ടില്ല. അതെ, നിന്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടെങ്കിൽ നീ അത് സമൂഹത്തിലുള്ള കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ചിലവഴിക്കാൻ ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ ആ പണം മുഴുവൻ നിന്റെ ലക്ഷറിക്ക് വേണ്ടി നീ ഉപയോഗിക്കുമോ? ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളെ ഒരു സെക്യൂറായ ഒരു പൊസിഷനിലെത്തിക്കാൻ നോക്കും. അതിനുശേഷം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ കുടുംബത്തിലുള്ള അതിനുശേഷം എന്ന് പറഞ്ഞാൽ സെക്യൂർ ആവുക എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഇപ്പം പിന്നെ ടാറ്റയുടെ അത്രയും സെക്യൂർ ആവണമെന്ന് ഒരാൾക്ക് തോന്നിയാൽ അത് നിങ്ങൾ സെക്യൂർ ആവുക എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? അത് ഏത് ലെവൽ വരെയാണ് നിങ്ങളുടെ സെക്യൂർ ആവുക എന്ന് പറയുന്ന ഉദ്ദേശം? മനസ്സിലായി. ഞാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾ ധാരാളം പണമൊക്കെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ആ പണം മുഴുവൻ നിങ്ങളുടെ ലക്ഷറിക്ക് വേണ്ടി ഉപയോഗിക്കുമോ, സോഷ്യൽ ആക്ടിവിറ്റീസും സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ ആ പണം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമോ? ശരി. കസവിൻ്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിൻ്റെ കൊലുസുമിട്ടൊരു മുഞ്ചത്തി കൂന്താലി പുഴയൊരു വമ്പത്തി കൂന്താലി പുഴയൊരു വമ്പത്തി ഇവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മിന്നും മെഹറും കൊണ്ടു നടന്നവർ കൂനിക്കൂടി താടി വളർത്തി കയറൂരി പാഞ്ഞു കന്നി പഹയത്തി കൂന്താലി പുഴയൊരു വമ്പത്തി കൂന്താലി പുഴയൊരു വമ്പത്തി.